കെ.എസ്.ആർ.ടി.സി ബസ് സർവീസ് നിലച്ചതുമൂലം ദുരിതത്തിലായ ഒരു നാടുണ്ട് പത്തനംതിട്ടയിൽ. 5 വർഷം മുൻപ് നിർത്തിയ കെ.എസ്.ആർ.ടി.സി ബസ് സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യവുമായി സമരത്തിനൊരുങ്ങുകയാണ് തണ്ണിത്തോട് നിവാസികൾ. കെ.എസ്.ആർ.ടി.സി സർവീസ് വേണമെന്ന ആവശ്യം നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കെ.എസ്.ആർ.ടി.സി ബസ് തണ്ണിത്തോടിൽ കാണാൻ കിട്ടും. അത് ഇങ്ങനെയാണെന്ന് മാത്രം, കേവലം കളിപ്പാട്ടമായി. അരനൂറ്റാണ്ട് വരെ കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ നാട്ടിൽ സുലഭമായിരുന്നു. 5 വർഷം മുൻപ് ബസ് സർവീസ് പൂർണ്ണമായും നിലച്ചു. സ്വകാര്യ ബസ് ലോബികളെ സഹായിക്കാൻ നടത്തിയ നീക്കമെന്നതടക്കമുള്ള ആരോപണങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അതിരാവിലെയും രാത്രി വൈകിയും നാട്ടിലെത്താനും പുറം ലോകത്തേക്ക് വേഗത്തിലെത്തിപ്പെടാനും വനത്താൽ ചുറ്റപ്പെട്ട ഈ നാട്ടിലെ ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. കാട്ടാനകൾ വാഹനങ്ങൾക്ക് പിന്നാലെ പാഞ്ഞെടുക്കുന്നതും നിത്യസംഭവം. അതുകൊണ്ട് ചെറുവാഹനങ്ങളിലെ യാത്രയും അപകടമുണ്ടാക്കുന്നു. കെ.എസ്.ആർ.ടി.സി ബസ്സില്ലാത്തതുകൊണ്ട് ഇത് ബസ്സില്ലെന്നുള്ളത് പെട്ടെന്നുണ്ടായ ഒരു അവസ്ഥയാണ്. ഇത് ഞാൻ NDAയുടെ ഒരു എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ബസ്സില്ലെന്ന് അറിയത്തില്ല. രാവിലെ 4 മണിയുടെ ഗുരുവായൂർ ഫാസ്റ്റിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ വന്ന് ഇവിടെ ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോഴാണ് അറിയുന്നത് കെ.എസ്.ആർ.ടി.സി ബസ് ഇല്ലെന്ന്. പിന്നെ അതുകൊണ്ട് എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റാതായി. അതായത് ഇവിടുന്ന് ആ സമയത്ത് പോകാന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ഈ ആനയൊക്കെ ഇറങ്ങുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ കെ.എസ്.ആർ.ടി.സി ബസ് സർവീസ് അനുവദിക്കണമെന്ന് നിരവധി പരാതികൾ അധികൃതർക്ക് നൽകിയിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കെ.എസ്.ആർ.ടി.സി ബസ് എന്ന് പറയുന്ന ഈ നാടിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു ഗതാഗത മാർഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജാതിമത സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും സാംസ്കാരിക സംഘടനകളും ചേർന്ന് സംയുക്തമായി ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 500-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ആളുകളുടെ വലിയൊരു കൺവെൻഷൻ ചേരുകയാണ്. ഇതിനുശേഷം കെ.എസ്.ആർ.ടി.സി ബസ് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഒരു 4 ദിവസത്തിനുള്ളിൽ കെ.എസ്.ആർ.ടി.സി സർവീസ് തണ്ണിത്തോട്ടിൽ പുനരാരംഭിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സ്ഥലം MLA KU ജനീഷ് കുമാർ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. ബസ് സർവീസ് അനുവദിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തണ്ണിത്തോട് നിവാസികളുടെ തീരുമാനം. ജനം, പത്തനംതിട്ട.